ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ഒക്കെ ട്രെൻഡിങ് ആവുന്നതിന് മുൻപുള്ള കഥയാണ്. 21 വർഷം മുൻപ് കുമരകം പള്ളിച്ചിറയിൽ ഒരു കല്യാണം നടന്നു. ജപ്പാൻ സ്വദേശികളായ ഹിരയുടെയും ചിയാക്കിയുടെയും കല്യാണം. അന്ന് കുമരകംകാർ ആ കല്യാണം അങ്ങ് ആഘോഷമാക്കി. പള്ളിച്ചിറപ്പറമ്പിൽ പെണ്ണമ്മ ഇരുവർക്കും മധുരം നൽകി. ഒരു 21 വർഷത്തോളമായി ഇവരുടെ അമ്മയും അച്ഛനും രണ്ടുപേരുടെ ടൂറിസത്തിൻ്റെ ഇതിൽ കറങ്ങി വന്ന് റൂം എടുത്തു കൊടുക്കുന്നത്. ഞാനന്ന് പള്ളിച്ചിറ ശ്രീചിത്ര ലോഡ്ജിൽ റൂം എടുത്തു കൊടുത്ത് ഒരു 1.5 ആഴ്ച അവരുമായിട്ട് കറങ്ങിയൊക്കെ നടന്ന് പരിചയപ്പെട്ടെല്ലാം കഴിഞ്ഞപ്പോൾ അവരിന്നെ പോലെ എന്നോട് പറഞ്ഞ് ഞങ്ങളുടെ മാര്യേജ് ഇന്ന പോലെ കുമരകത്ത് വെച്ച് നടത്തണമെന്ന് പറഞ്ഞ് അവരൊരു 15 പേര് അന്ന് ജപ്പാനിൽ നിന്ന് വന്ന് ആലപ്പുഴ സ്റ്റേ ചെയ്തുകൊണ്ട് ഹൗസ് ബോട്ടിൽ വന്ന് ഞാനിവിടെ ഞങ്ങളുടെ പള്ളിച്ചിറ 38 നമ്പർ SNDP ഫുഡും എല്ലാം അറേഞ്ച് ചെയ്ത് 100-200 പേരുടെ സദ്യയൊക്കെ അന്ന് പപ്പടം പഴം പായസം ഊണും ഒക്കെ ആയിട്ട് കല്യാണം നടത്തി. ശാഖ വെച്ച് കെട്ടി മധുരമൊക്കെ കൊടുത്ത് പോയതൊക്കെ ഓർക്കുന്നുണ്ട്. മധുരം കൊടുത്തേരാ ചേട്ടത്തിയാ കണ്ണമ്മ സന്തോഷിൻ്റെ അമ്മ. ശാന്തിക്കാരന് രാജുവായിരുന്നു ഇവിടുന്ന് വന്ന് ഊണ് കൊടുത്തു. വർഷങ്ങൾക്കിപ്പുറം ആ വിവാഹദേശം കാണാൻ ഹിരയുടെയും ചിയാക്കിയുടെയും മകൻ യൂഷിറോ കുമരകത്തെത്തി. താലികെട്ട് നടന്ന പള്ളിച്ചിറ SNDP ഹാൾ ഇപ്പോൾ പുതുക്കി പണിയുകയാണ്. അന്ന് മധുരം നൽകിയ പെണ്ണമ്മയുടെ മകൻ സന്തോഷ് സ്ഥലങ്ങൾ ഓരോന്നായി യൂഷിറോയ്ക്ക് പരിചയപ്പെടുത്തി. ഈ കഴിഞ്ഞ ആഴ്ച ഇവന് ഫോട്ടോ കേട്ട് അന്ന് താമസിച്ച ശ്രീചിത്രയിൽ കൊണ്ടുപോയി ഫോട്ടോ എല്ലാം കാണിച്ചെടുത്തപ്പോൾ ശ്രീചിത്രയുടെ ഓണർ പുള്ളി പറഞ്ഞു എനിക്കറിയാവുന്ന ആളാണ്, ഞാൻ കൊണ്ടാ കാണിക്കാമെന്ന് കൊണ്ട് ഞങ്ങളെ കാണിക്കുകയും ഞങ്ങളുമായിട്ട് വീണ്ടും സംസാരിച്ച് ഇവൻ്റെ അമ്മയുടെ പേര് ചിയാക്കി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ചിയാക്കി എൻ്റെ അമ്മയാണ്, ചിയാക്കിയുടെ മകനാണ് ഞാനെന്ന് പറഞ്ഞ് എനിക്ക് 19 വയസ്സുണ്ട് കഥയെല്ലാം പറഞ്ഞ് അങ്ങനെ ഇപ്പം ഞങ്ങളുമായിട്ട് കറങ്ങി തിരിഞ്ഞ് അവനപ്പോൾ ആ ഫോട്ടോ എല്ലാം കാണിച്ചിട്ടും പോയി കാണുകയും അതിനകത്ത് അന്ന് പങ്കെടുത്ത എല്ലാവരെയും കാണണമെന്ന് പറയുകയും ഉണ്ടായിരുന്ന 2-3 പേര് അതിനകത്ത് മരിച്ചു പോയി. അവരെല്ലാത്ത ബാക്കി എല്ലാവരെയും പോയി കണ്ടു, അവരുടെ പിള്ളേരെ എല്ലാം കണ്ട്. ഇത് 3ാം തവണയാണ് യൂഷിറോ ഇന്ത്യയിലെത്തുന്നത്. എന്നാൽ കേരളത്തിൽ ഇതാദ്യം. ഭാഷ അല്പം പ്രശ്നമായെങ്കിലും കുമരകവും പള്ളിച്ചിറയും SNDP ഹാളും തേടി യൂഷിറോ എത്തി. The exact place where my parents held the wedding ceremony. Before coming here, I cannot find any information on the internet to come to here, like Kumaragam, the exact place, like Palichira. Yeah, so there's some difficulty to find the right way to from Kottayam city center to Kumaragam. But yeah, I'm very glad to come here. തന്റെ കല്യാണവും കുമരകത്ത് വെച്ച് നടത്തണമെന്നാണ് യൂഷിറോയുടെ ആഗ്രഹം. കുമരകത്ത് വെച്ച് വിവാഹം കഴിച്ച വിദേശികൾ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ തന്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ മണ്ഡപവും അതിൽ പങ്കെടുത്തവരെയും കാണാൻ കടൽ കടന്നെത്തിയ ഒരു മകൻ ഇത് ആദ്യമായിരിക്കും. അപ്പോ യൂഷിറോ to ഷിനോജി to ജോബിൻ തെക്കരി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. അതിൽ ജപ്പാൻകാർ വന്നത് നമ്മുടെ ചായ കുടിക്കുന്നു, ആളുകളോടൊക്കെ വർത്തമാനം പറയുന്നു. 19 വയസ്സിൽ തന്നെ അച്ഛൻ്റെ അമ്മയുടെയും വിവാഹം നടന്ന സ്ഥലത്തേക്ക് വരാനും അവിടെ അന്ന് പങ്കെടുത്ത ആളുകളൊക്കെ കാണാനും ഒരു മനുഷ്യന് തോന്നുന്നത് ഒരുപാട് സ്നേഹം ആ മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഷിനോജ് പറയും, ഷിനോജ് അച്ഛനും അമ്മയും ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ കൂടി നമുക്കൊരു താല്പര്യം ഉണ്ടാകും. എന്തൊക്കെ കഥകളാണ് യൂഷിറോ പറഞ്ഞത്? യൂഷിറോയുടെ കഥ കേട്ടപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് ആ 21 വർഷം മുമ്പുള്ള കല്യാണം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ജപ്പാനിൽ നിന്നുള്ള 2 പേർ കേരളത്തിലേക്ക് എത്തുന്നു, കുമരകത്തേക്ക് എത്തുന്നു. അവർ വന്നിട്ട് അവരുടെ ഈ കുമരകത്തുള്ള ആളുകളോട് പറയുകയാണ് ഞങ്ങളുടെ കല്യാണം ഇവിടെ വെച്ച് നടത്തണമെന്നൊരാഗ്രഹമുണ്ട്, നിങ്ങൾ ചേർന്ന് നടത്തി തരണമെന്ന് പറയുന്നു. അപ്പോൾ ഈ നാട്ടുകാരെല്ലാം ചേർന്ന് അത് ഉത്സവമാക്കി മാറ്റിയാണ്. പ്രത്യേകിച്ച് അതൊരു ഓണ സമയം കൂടിയായിരുന്നു ഈ കല്യാണം നടക്കുന്ന സമയം എന്ന് പറയുന്നത്. അങ്ങനെ അവരെല്ലാം ചേർന്ന് ഒരു 250 പേർക്കുള്ള സദ്യ തയ്യാറാക്കുന്നു. SNDP ഹാൾ ബുക്ക് ചെയ്യുന്നു, അവിടെ വെച്ച് കല്യാണം നടത്തുന്നു. അതിനുശേഷം സദ്യ ഈ നമ്മളിപ്പോൾ സംസാരിച്ച സന്തോഷിൻ്റെ അമ്മയുടെ അമ്മ തന്നെ ഈ 2 പേർക്കും വധുവരന്മാർക്കും ആദ്യമായി മധുരം നൽകുന്നു. അങ്ങനെ അവരുടെ വീട്ടിൽ അവരുടെ നാട്ടിൽ നടക്കുന്ന ഒരു കല്യാണം പോലെ അവരങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ സ്വാഭാവികമായി ഒരു ആത്മബന്ധം, പ്രത്യേകിച്ച് ആ കല്യാണത്തിൽ പങ്കെടുത്ത ആ നാട്ടിലുള്ള എല്ലാവർക്കും ഈ 2 പേരും ഈ ജപ്പാനിലുള്ള 2 പേരുമായി ഉണ്ട് എന്ന കാര്യം സത്യമാണ്. അങ്ങനെ വർഷങ്ങൾ അവർ പോകുന്നു, തിരിച്ച് ജപ്പാനിലേക്ക് തന്നെ പോകുന്നു. പിന്നീട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ വരുന്നു. എന്നാൽ വീണ്ടും ആ ബന്ധങ്ങൾ തേടി, ആ സ്നേഹം തേടി അവരുടെ മകൻ എത്തുകയാണ്. ആ മകൻ എത്തുന്ന സമയത്ത് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം വേറെ ഒന്നുമില്ല, അന്നത്തെ കല്യാണ ഫോട്ടോസ് മാത്രം വെച്ചുകൊണ്ടാണ് ഈ മകൻ തിരിച്ചെത്തുന്നത്. എന്നാൽ കുമരകത്ത് എത്തി
ഈ കഥകളൊക്കെ പറയുന്നു, തൻ്റെ അമ്മയുടെ പേര് പറയുന്നു, അച്ഛൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ നാട്ടുകാർക്കൊക്കെ തന്നെ കാര്യം മനസ്സിലായി. പ്രത്യേകിച്ച് ഈ ഫോട്ടോ കൂടി ഉള്ളതുകൊണ്ട് അവർ വളരെ പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാക്കി. പിന്നീട് അവൻ ആഗ്രഹം പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം നടന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം, അത്തരത്തിൽ അപ്പോൾ ഈ കല്യാണത്തിൽ പങ്കെടുത്ത ആളുകളെ ഒന്ന് കാണണം. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂഷ്റോ ഇവിടെ കുമരകത്തുണ്ട്. എന്തായാലും നാളെ മടങ്ങിപ്പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും യൂഷ്രോയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേവലം 19 വയസ്സ് മാത്രമാണ് പ്രായമെന്ന് പറയുന്നത്. ഈ 19 വയസ്സിനിടയിൽ 15ഓളം രാജ്യങ്ങൾ ഒറ്റയ്ക്ക് സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 3 തവണ എത്തിയിട്ടുണ്ട്. പക്ഷേ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം നടന്ന കുമരകത്തേക്ക് എത്തുന്നത് ഇത് ആദ്യമാണ്. നമുക്ക് ഈ 19 വയസ്സ് പ്രായം എന്നൊക്കെ പറയുന്ന സമയത്ത് പലരും അച്ഛനും അമ്മയ്ക്കൊപ്പമൊക്കെ യാത്ര ചെയ്ത് അതും വളരെ ദൂരമൊന്നും പോകാത്ത പലരും ഒക്കെ ഉണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് 15 രാജ്യങ്ങൾ പോവുക, അവിടെയൊക്കെ ഇത്തരത്തിൽ യാത്ര പലരുമായി ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യമാണ്. എന്തായാലും യൂഷ്റോ ഇപ്പോൾ കുമരകംകാരുടെ പ്രിയപ്പെട്ട ഒരു കടൽ കടന്നെത്തിയ ഒരു മകനായിരിക്കുകയാണ്. ഇനിയും പിന്നീടും വരും വർഷങ്ങളിലും യൂഷ്റോ ഇവിടെ എത്തുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കല്യാണം നടന്ന അതേ മണ്ഡപത്തിൽ വെച്ച് തൻ്റെയും കല്യാണം നടത്തണമെന്നാണ് യൂഷ്വറുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ആഗ്രഹമെന്ന് പറയുന്നത്. എന്തായാലും ഈശ്വരയുടെ അച്ഛനമ്മയെ സുഖമായിട്ടിരിക്കട്ടെ. ഈശ്വരയുടെ ആഗ്രഹം പോലെ കുമരകത്ത് വീണ്ടും ഒരു വിവാഹത്തിന് വേദി ഒരുങ്ങട്ടെ. ഒരു പങ്കാളിയൊക്കെ ഈശ്വര പെട്ടെന്ന് കണ്ടെത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.